കേരള കോൺഗ്രസ് എം സായാഹ്ന ധർണ നടത്തി. ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷന്റെ വികസനം ആവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സമരം ഉദ്ഘാടനം ചെയ്തു. ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷന്റെ വികസനം ആവശ്യപ്പെട്ടാണ് കേരള കോൺഗ്രസ് എം കുന്നത്തൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. റെയിൽവേ സ്റ്റേഷനോട് അധികൃതർ കടുത്ത അവഗണനയാണ് കാട്ടുന്നതെന്ന് കേരള കോൺഗ്രസ് എം നേതാക്കൾ കുറ്റപ്പെടുത്തി. ഉന്നതിയുടെയും കൈകോർത്ത് മേളോട്ട് പോകുമ്പോൾ നമ്മുടെ സ്റ്റേഷൻ മാത്രം അവഗണന കൊണ്ട് താഴോട്ട് പോകുന്ന സ്ഥിതിയാണ്. ഈ പ്രദേശത്തെ ജനങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ ഈ പഞ്ചായത്തുകളിലെയും ജനങ്ങൾ ആശ്രയിക്കുന്ന ഏക റെയിൽവേ സ്റ്റേഷൻ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനാണ്. നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ കേരള കോൺഗ്രസ് എം പാർലമെന്ററി പാർട്ടി നേതാവ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നടക്കുന്ന ഈ റെയിൽവേ സ്റ്റേഷനോട് അവഗണനയിലുള്ള എല്ലാ പ്രതിഷേധവും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ച്, അതുകൊണ്ട് തന്നെ ഈ സമരം നമ്മൾ മുദ്രാവാക്യങ്ങളിൽ പറയുന്നത് പോലെ ഇന്ന് ഈ സമരം സൂചന മാത്രം എന്ന് പറയുന്നത് പോലെ ഈ നടപടികൾ തിരുത്തിക്കാൻ, ഈ റെയിൽവേയുടെ ദുസ്ഥിതി അവസാനിപ്പിച്ച് ഈ റെയിൽവേ സ്റ്റേഷന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഈ റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും മികച്ച ആധുനിക സൗകര്യങ്ങളുള്ള ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല സേവനം ലഭ്യമാകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റി തീർക്കുന്നിടം വരെ അതിശക്തമായ പ്രക്ഷോഭവുമായി കേരള കോൺഗ്രസ് പാർട്ടിയും കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയും മുന്നോട്ട് പോകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നല്ല നിലയിൽ ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇത്തരമൊരു സമരം സംഘടിപ്പിച്ച പാർട്ടി നിയോജക മണ്ഡലം നേതൃത്വത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ധർണാ സമരത്തിൽ സമരഭടന്മാരായി കടന്നു വന്ന പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് റെയിൽവേ രംഗത്ത് നടത്തുന്ന ഇത്തരം ഒരു തെറ്റായ നടപടിയും അവഗണനയും എന്ന് പറയുന്നത് അത് ഈ നാടിനോടുള്ള അവഗണനയാണ്. ടൈറ്റസ് ജോർജ്, അഡ്വക്കേറ്റ് കുറ്റിയിലെ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു കാരണവശാലും സന്ധി കഴിഞ്ഞാൽ ഒരാൾ വരാൻ മാലിന്യ കൂമ്പാരമാണ് മൊത്തം. അത് റോഡ് മൊത്തം മൊത്തം റോഡുകൾ താർന്നടിക്കാം. ഈ രണ്ട് വഴിയുള്ള ആ പണം പിന്നെ ചെറിയ വഴി കഴിഞ്ഞ കേരള ബഡ്ജറ്റിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് നന്നായി ഉണ്ടാകുന്ന എങ്ങനെയെങ്കിൽ അത് ഒരു വർഷം എടുക്കാതെ റോഡ് വഴിയാണ് വീതി എടുത്ത് റോഡിന് പണി തീർന്ന് ഈ കാടുകളുടെ വെട്ടിത്തെളിച്ച് കളഞ്ഞാൽ മാത്രമേ ഇത് പരിഹാരമാകൂ. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.